ഹലോ ഫ്രണ്ട്സ്, ആദ്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പീക്കറാണ് നമുക്കിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സൂക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 30 വാട്ട്സിൻ്റെ ഞാൻ ആമസോൺ വഴി വാങ്ങിച്ച ഒരു സ്പീക്കറാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ നമ്മളിത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു ബില്ല് ഇതിന് കൂടെ ഉണ്ട് കേട്ടോ. ഷിപ്പിംഗ് അഡ്രസ്സൊക്കെ വെച്ച ഒരു ബില്ലാണത്. അപ്പോൾ ഇനി ഇത് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് ഉള്ള സംഭവം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാണണ്ടേ. അപ്പോൾ ഇനി അത് പൊട്ടിക്കാം. സൂക്ക് തണ്ടർ 2 എന്നാണ് ഇതിൻ്റെ ശരിക്കും പേര്. അങ്ങനെ പേരൊക്കെ എഴുതി 30 വാട്ട്സ് എന്നൊക്കെ എഴുതിയ ഒരു കവറിലാണ് ഈ സാധനം നമുക്ക് കിട്ടുന്നത്. ഇനി അകത്തെ സാധനം കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കാണാൻ പറ്റുന്നത് റിമോട്ടാണ്. ചെറിയൊരു റിമോട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് എന്താണ്, നമ്മുടെ റീചാർജൊക്കെ ചെയ്യുന്ന അതിൻ്റെ കേബിളാണ്. നമ്മൾ സാധാരണ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ കേബിളാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് ഒരു ഓക്സ് കേബിളുണ്ട്. നമുക്ക് പാട്ടൊക്കെ കേൾക്കാനായിട്ട് മൊബൈലിലൊക്കെ കണക്ട് ചെയ്യാം. ബ്ലൂടൂത്തിലാണ് ഇപ്പോൾ എല്ലാവരും കണക്ട് ചെയ്യണം. എന്നാലും ഒരു ഓക്സ് കേബിൾ ഉണ്ട് എന്തായാലും. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ഒരു വാറണ്ടി കാർഡാണ്. ഈ കാർഡ് നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട്. പിന്നെന്താണ്, ഇത് നമ്മുടെ യൂസർ മാനുവലാണ്, ബുക്ക്. ഇതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഒരു മൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വയറുള്ള മൈക്കാണ്, വയർലെസ് അല്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വയറും, അതായത് മൈക്കും മൈക്കിൻ്റെ കേബിളും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ സ്പീക്കർ പുറത്തേക്ക് എടുക്കാം. അതാണല്ലോ നമുക്ക് കാണേണ്ടത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. സംഭവം കണ്ടിട്ട് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. നല്ലൊരു ഹാൻഡിലുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കി പിടിച്ചുകൊണ്ട് പോകാം. അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല്, അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു വിരൽ തൂക്കിയിടാവുന്നതേ ഉള്ളൂ, അത്രയ്ക്ക് വെയിറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കി നോക്കുമ്പോഴത്തേക്ക് ഇതേ ലൈറ്റൊക്കെ തെളിയുന്നുണ്ട്. ഒരു ചെറിയ DJ ലൈറ്റൊക്കെ ഉണ്ട്, LED ലൈറ്റാണ്. അപ്പോൾ നമുക്കിത് ബ്ലൂടൂത്ത് വഴി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് കുഴപ്പമില്ല എന്ന് പറയാം. 2700 രൂപ കൊടുക്കുമ്പോൾ ഇത്രയും പെർഫോമൻസേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് മൈക്കിലൂടെ നമ്മൾ പാടുന്ന പാട്ടുകൾ, കരോക്കെയൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയൊരു പരിപാടിക്കൊക്കെ ഇത് മതി തോന്നുന്നല്ലേ. നമുക്ക് ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇത് കൊണ്ടുപോകണമെങ്കിൽ മിക്കവാറും അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്പീക്കറില്ലേ, ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. നല്ല സൗണ്ടൊക്കെ ഉണ്ട്, 30 വാട്ട്സിൻ്റെ സൗണ്ട് നല്ലപോലെ കിട്ടുന്നുണ്ട്. പക്ഷേ ക്ലാരിറ്റി കുറവാണ്. നമ്മൾ ഈ ബോട്ടിൻ്റെ സ്പീക്കറൊക്കെ ഉപയോഗിച്ചവർക്കറിയാം, ഇതിലോ അല്ലെങ്കിൽ JBL സ്പീക്കറിലൊക്കെ ഉപയോഗിക്കുന്ന അത്ര ക്ലാരിറ്റി ഈ സ്പീക്കറിനില്ല കേട്ടോ.